മല്ലിപ്പൊടി കൊള്ളാം കേട്ടോ. നിങ്ങൾ പാലിന് എത്ര രൂപ കൊടുത്താ? 27. അര ലിറ്ററിന് 27. അപ്പോൾ 1 ലിറ്ററിന് 54 രൂപ. നമ്മുടെ ശശിക്ക് ഒരു പശുവുണ്ട്, അവന് ഒരു ദിവസം 25 ലിറ്റർ പാല് കിട്ടും. അപ്പോൾ ഒരു മാസം എത്ര രൂപ ഉണ്ടാക്കുന്നതൊക്കെയാണ്? 1 ലിറ്ററിന് 54, 25 ലിറ്റർ പാല് ഒരു ദിവസം അവന് കിട്ടും. 30 ദിവസം ആലോചിച്ച് നോക്ക്. ഇത് പിടിച്ചോ. എന്തിന് ശരിയാവില്ല, കണക്കൊക്കെ എനിക്ക് വിടി കിട്ടി. ചുമ്മാ അല്ല നീ പരീക്ഷയ്ക്ക് പറയിലോട്ട് പോണത്. അപ്പുറത്തെ ശശിമാമ ഒരു പശുവിനെ വെച്ച് സമ്പാദ്യം ഉണ്ടാക്കുന്ന കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. ഒരു പശുവിനെ വെച്ച് ആ ശശി ജീവിക്കുന്നത് ആലോചിച്ച് നോക്കിയാണ്. എന്നാ പിന്നെ നിങ്ങൾ ആ പശുവിനെ കെട്ടിയിട്ടേ സുഖമായിട്ട് ജീവിച്ചു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഒരു പശു വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ജീവൻ തന്നെ മറിയും. 1-2 പശുവിനെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് കോടീശ്വരന്മാരാവാം, വിപ്ലവം തന്നെ ഉണ്ടാക്കാം. നീ കണ്ടിട്ടില്ലേ മക്കളെ, ധവള വിപ്ലവം മിൽമ സുധാകരൻ എങ്ങനെയുണ്ട്? പശുവിനെ വാങ്ങാനുള്ള കാശ് സർക്കാർ വരുമല്ലോ. പാവപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ കൈയഞ്ഞ് സഹായിക്കും, ആവശ്യമുള്ള ലോണും കിട്ടും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എന്തെന്നറിയാമോ? ഈ പശുവിൻ്റെ ചാണകം മൂത്രമൊന്നും എനിക്കാണെങ്കിൽ അങ്ങോട്ട് പിടിക്കില്ല. പിന്നെ രാവിലെ എണീക്കണം, ഇതിനെ ആറ്റി കൊണ്ടുപോയി കുളിപ്പിക്കണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന് പുല്ലിറക്കണമല്ലോ. ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ പുല്ലിറക്കുമ്പോഴേ വേർക്കും, അതാണ് വലിയ പ്രശ്നം. അപ്പൊ അച്ഛന് പശുവിനെ കറക്കാൻ പറ്റൂലല്ലോ. അയ്യോ, അത് എനിക്ക് കുനിഞ്ഞിങ്ങനെ ഇരിക്കാൻ പറ്റില്ല. മുട്ടുകാരോ മക്കൾക്ക് അങ്ങനെ മനസ്സിലായി? ഇതിലിപ്പോ എന്തോന്ന് മനസ്സിലാക്കാം, പശുവിനെ വാങ്ങുമ്പോ അച്ഛൻ മുതലടി അമ്മ തൊഴിലാണ്. അയ്യോ മക്കൾ അങ്ങനെ പറയരുത്. മനസ്സിലായി? അതെ, അധ്വാനിക്കാൻ കഴിവുള്ളവർ എന്ത് ചെയ്യുന്നറിയാമോ? പശുവിനെ വാങ്ങും, വളർത്തും. നിങ്ങളെപ്പോഴുള്ള മടിയന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? അതിന്റെ പാല് വാങ്ങും, കുടിക്കും. അത് മതി. നമ്മുടെ നാട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ നിങ്ങളെപ്പോലുള്ള മടിയന്മാര് ചുമ്മാതല്ല ഇങ്ങനെ താഴോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അച്ഛാ, നമുക്ക് ഡെയിലി ഒരു 1/2 ലിറ്റർ പാല് വാങ്ങാം. അതായിരിക്കും നല്ലതല്ലേ? അങ്ങനെ ഒരു തവള വിപ്ലവം.